പത്തനംതിട്ട റാന്നി മന്നമതയിൽ കാറിടിച്ച് കൊലപ്പെടുത്തിയ യുവാവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇതുമായി ബന്ധപ്പെട്ട് 3 പേർ പോലീസിന്റെ പിടിയിലായതായും സൂചനയുണ്ട്. റാന്നി പഴവങ്ങാടി വെട്ടിക്കൽ ബാബു എന്ന് വിളിക്കുന്ന സുരേഷിന്റെ മകൻ അമ്പാടി 24 ഞായറാഴ്ച രാത്രിയോട് മരണപ്പെട്ടത്. റാന്നിയിലും പരിസര പ്രദേശങ്ങളുള്ള ഇരുഭാഗം യുവാക്കൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ തുടർന്നാണ് യുവാവിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയതായി പറയുന്നത്. റാന്നി മന്നമതിൽ ഞായറാഴ്ച രാത്രി 8 മണിയോടാണ് സംഭവം ഉണ്ടായത്. അമ്പാടിയും ഭാര്യ ഹണിയും 1.5 വയസ്സുള്ള വാസുദേവുമായി റാന്നി ഇട്ടിയപ്പാറയ്ക്ക് സമീപം താമറത്ത് വാടകയ്ക്ക് താമസിച്ചു വരികയാണ്. സഹോദരങ്ങളുമായുള്ള സംഘർഷത്തെ തുടർന്നാണ് ഇവരോടൊപ്പം എത്തിയ അമ്പാടിയെ കാറിടിപ്പിച്ചു കൊലപ്പെടുത്തിയെന്നാണ് പറയുന്നത്. ഇതിൽ പ്രതികളെന്ന് സംശയിക്കുന്ന 3 അംഗ സംഘത്തിനു വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതം ആക്കിയിരുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് റാന്നി ബിവറേജ് കോർപ്പറേഷന്റെ മദ്യവിൽപ്പനശാലയ്ക്ക് സമീപത്താണ് അമ്പാടിയുടെ സഹോദരങ്ങളും മറ്റ് ഒരു ഭാഗവും തമ്മിൽ സംഘർഷം തുടങ്ങിയത്. ഇതിനുശേഷം വൈകുന്നേരവും ഇട്ടിയപ്പാറയിലെ ഒരു ഹോട്ടലിന് മുൻപിലും മന്ദമരി ജംഗ്ഷനിൽ വെച്ചും ഇവർ തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുകൊണ്ടതായി പറയുന്നു. പിന്നീടാണ് മന്ദമരി ജംഗ്ഷനിൽ നിന്നും 100-ലധികം മീറ്റർ ദൂരം എരുമേലി ഭാഗത്തേക്ക് പോകുന്ന സംസ്ഥാന പാതയിൽ രാത്രി 7:45 അപകടമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കൊടും ക്രൂരത അരങ്ങേറിയത്. റോഡിന്റെ വശത്തു നിന്നും ഒരു കാറിൽ നിന്നിറങ്ങി അമ്പാടി ഇറങ്ങി വരുമ്പോൾ എതിരെ വന്ന് സംഘങ്ങൾ സഞ്ചരിച്ചിരുന്ന സ്വിഫ്റ്റ് കാർ അമിത വേഗതയിൽ ഇടിച്ച് വീഴ്ത്തുകയായിരുന്നു. തുടർന്ന് അമ്പാടിയുടെ ശരീരത്തിലൂടെ കാർ കയറ്റി ഇറക്കിയതായും പറയുന്നുണ്ട്. പരിക്കേറ്റ അമ്പാടിയെ ഉടൻ തന്നെ റാന്നിയിലെ ആശുപത്രിയിലും തുടർന്ന് കോഴഞ്ചേരിയിലുള്ള സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരണപ്പെട്ട അമ്പാടി പഴവർഗ്ഗക്കടയും വാഹനത്തിൽ കൈതച്ചക്ക കച്ചവടം തുടങ്ങിയ ജോലികൾ ചെയ്തു വരികയായിരുന്നു. അമ്പാടിയെ ഇടിച്ചിട്ട വാഹനം ചേത്തക്കിൽ നിന്നും റാന്നി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയതിന്റെ ഫലമായാണ് പ്രതികൾ കുടുങ്ങിയതെന്ന് സൂചന. അമ്പാടിയെ ആശുപത്രിയിൽ എത്തിച്ച സഹോദരങ്ങൾ അപകടമെന്ന് പറഞ്ഞതിനാൽ ആദ്യം ഇതൊരു സാധാരണ അപകടമായിട്ടാണ് കരുതിയിരുന്നത്. പിന്നീട് അമ്പാടിക്കൊപ്പം ഉണ്ടായിരുന്ന സഹോദരങ്ങൾ നേരത്തെ നടന്ന വാക്കേറ്റത്തിന്റെ കഥ പറഞ്ഞതോടെയാണ് പോലീസ് അന്വേഷണം കൂടുതൽ ശക്തമാക്കിയത്. തുടർന്നാണ് ഇതൊരു കൊലപാതകമാണെന്ന് മനസ്സിലായത്. അമ്പാടിയുടെ മൃതദേഹം പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് റാന്നിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും തിങ്കളാഴ്ച 11:30 കോട്ടയത്തേക്ക് കൊണ്ടുപോയത്.